നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധേയനായ ആലപ്പുഴക്കാരൻ വ്ളോഗർ രോഹിത്തിനെതിരെ പോലീസ് കേസെടുത്തത്. സ്വർണ്ണാഭരണങ്ങൾ നൽകാത്തതിന്റെ പേരിൽ സഹോദരിയെ മർദ്ദിച്ചെന്ന പരാതിയിലാണ് ആലപ്പുഴ വനിതാ പോലീസ് കേസെടുത്തത്. മണ്ണഞ്ചേരി തിരുവാതിര വീട്ടിൽ താമസിക്കുന്ന കുതിരപ്പന്തി പുത്തൻ വീട്ടിൽ ഗ്രീൻ ഹൗസ് രോഹിത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. സഹോദരിയായ റോഷ്നിക്ക് അച്ഛൻ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ പ്രതി വിൽക്കാൻ ശ്രമിച്ചത് തടഞ്ഞതിലുള്ള പകയാണ് മർദ്ദനത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ഇപ്പോൾ കേസെടുത്തതിന് പിന്നാലെ പ്രതികരണവുമായി രോഹിത് രംഗത്ത് വന്നു. ജയിൽ നല്ല ആൺപിള്ളേർക്ക് ഉള്ളതാണെന്നും ഞാൻ നെഞ്ചും വിരിച്ചു പോകുമെന്നാണ് പുതിയ വീഡിയോയിൽ പറയുന്നത്. തൻ്റെ വീട്ടുകാർക്ക് കേസുമായി പോകാനാണ് താല്പര്യമെന്നും ജയിലിൽ പോകുമ്പോൾ എല്ലാവരെയും അറിയിക്കാമെന്നും രോഹിത് പറയുന്നു. താൻ ഉപദ്രവിച്ചിട്ട് എവിടെയാണ് പരുക്കെന്നും അതിൻ്റെ രേഖ കാണിക്കണമെന്നും ഇത്രയും കാലം അന്നം തന്ന സഹോദരനാണെന്ന് മറക്കരുതെന്നും വീഡിയോയിൽ രോഹിത് പറയുന്നുണ്ട്. രോഹിത് പറയുന്നത് ഇങ്ങനെയാണ്: കുറേ പേർ ചോദിക്കുന്നുണ്ട് അണ്ണ എപ്പോഴാണ് ജയിലിലേക്ക് പോകുന്നതെന്ന്. എനിക്കും അറിയത്തില്ല. പോകാൻ വിളി വരുമ്പോൾ നെഞ്ചും വിരിച്ച് തന്നെ പോകാം. ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് പോകാം. 2 ദിവസം തുടർച്ചയായി വനിതാ സെല്ലിൽ പോയിട്ടുണ്ടായിരുന്നു. അവർ അവിടെ വെച്ച് 2 കൂട്ടരോടും കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ചു. 2 കൂട്ടർക്കും പരിഹരിക്കാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് അവർക്ക് ഇത് കേസാക്കണമെന്ന ഉദ്ദേശമുള്ളതുകൊണ്ട് കേസാക്കി തന്നെ പോകാനേ പറ്റുള്ളൂ. അതിൻ്റെ നിയമ നടപടികൾ തുടങ്ങുകയാണെന്ന് പറഞ്ഞാണ് വിട്ടത്. ഇപ്പോൾ വീട്ടിലാണ് കേട്ടോ. ജയിലിലാകുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അറിയിക്കാമെന്നും രോഹിത് പറയുന്നു. സഹോദരിയെ രോഹിത് ആക്രമിച്ചുവെന്നാണ് പരാതി. ഇയാൾ സഹോദരിയുടെ കരണത്തടിച്ചെന്നും മുടിക്കുത്തിന് പിടിച്ചെന്നും കഴുത്തിൽ പിടിച്ച് ഞെക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. രോഹിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സഹോദരിയെ രോഹിത് മർദ്ദിക്കുന്ന വീഡിയോ ഉൾപ്പെടെ വീട്ടുകാർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഏപ്രിൽ 3-നാണ് രോഹിത് സഹോദരിയെ മർദ്ദിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. സഹോദരിയുടെ പേരിലുള്ള സ്വർണം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വലിയ കുടുംബ പ്രശ്നത്തിലേക്കും മർദ്ദനത്തിലേക്കും നയിച്ചത്. രോഹിത്തും ഭാര്യയും അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ പിന്നീട് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് സൈബർ ഇടത്തിൽ വലിയ ചർച്ചയായതോടെ തങ്ങളുടെ ഭാഗം പറഞ്ഞ് വീട്ടുകാരും രംഗത്ത് വന്നു. ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് രോഹിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സഹോദരി ജില്ലാ പോലീസ് മേധാവിക്കും ആലപ്പുഴ വനിതാ പോലീസിനും പരാതി നൽകിയായിരുന്നു. സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. ഇരുവരും തയ്യാറാകാത്തതിനാലാണ് കേസ്. ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വീടും പരിസരവും വൃത്തിയാക്കാനും വീടിനകം മുക്കും മൂലയും അടക്കം വൃത്തിയാക്കി പുതുമ നൽകാനും സ്ഥാപനം റെഡി എന്നതായിരുന്നു സന്ദേശം. തൂമ്പ കൊണ്ടും ചൂല് കൊണ്ടുമുള്ള പണി പ്രൊഫഷണലായി എന്നായിരുന്നു രോഹിത് പറഞ്ഞിരുന്നത്. സഹോദരിയുടെ സഹായത്തോടെയായിരുന്നു തുടക്കം. പേജ് ഹിറ്റായതോടെ രോഹിത് വിവാദങ്ങളിലും ഇടം പിടിച്ചു. പഴം കഴുകി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുക, സർവ്വകാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിക്കുക, ഓയോ റൂമിലെല്ലാം ഒളിക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി വിലയിരുത്തുക തുടങ്ങിയവ കാരണം പ്രശ്നേഷ് എന്ന പേരും സോഷ്യൽ മീഡിയയിൽ കിട്ടി. അമിത വൃത്തിയും കുറ്റപ്പെടുത്തലും അടങ്ങിയ കണ്ടന്റിലൂടെ വലിയ വിമർശനമാണ് പിന്നീട് രോഹിത് നേരിട്ടത്. യൂട്യൂബിൽ 4.17 ലക്ഷം പേരും ഇൻസ്റ്റാഗ്രാമിൽ 2.28 ലക്ഷം പേരും രോഹിത്തിന്റെ ചാനൽ പിന്തുടരുന്നുണ്ട്.